ജോബ് മാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളിപ്പം കാണുന്ന ആ കരിങ്കുരുങ്ങ് ചാടുന്ന രംഗമാട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് ഇതാണ് നമ്മുടെ കൊച്ചേട്ടൻ KC ആൻഡോ, ഇത് നമ്മുടെ ഷിനോയ് പൈലറ്റ്. അപ്പോഴേ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് കക്കയം ഡാമും അതുപോലെ ഒരക്കുഴി വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതിലെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. അതിലൊരു സെൽഫി വീഡിയോ എടുക്കുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിനോയ് ഇതാ അടുത്ത് വന്ന് ഹായ് ഒക്കെ പറയുന്നുണ്ട്. ബിജു തൊട്ടടുത്തുണ്ട്. ഷിനോയുടെ ഒരു സെൽഫി അല്ലാത്ത ഒരു ഫോട്ടോയും അച്ചായൻ്റെ സണ്ണിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോയും കൊച്ചേട്ടൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് തലക്കിൽ നിൽക്കുന്നത് ജോസഫ് ഏട്ടൻ, ഇപ്പുറത്ത് സണ്ണിച്ചേട്ടന്. അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ മലബാർ വന്യജീവി കേന്ദ്രത്തിലേക്കാണ് ഞങ്ങൾ ഈ വന്നത്. അപ്പം അവിടുന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇതിപ്പം കക്കയം ഡാമിൻ്റെ അടുത്തുള്ള സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇനി അഥവാ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അവർ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വാഹനം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോകാം, പേ ചെയ്യണം. ഇതിപ്പം ഉറുമി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അവിടുന്ന് എടുത്ത ഫോട്ടോസൊക്കെയാണ്. ഭയങ്കരമായിട്ട് ഫോഗ് അടിച്ചുകൊണ്ട് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങോട്ട് പോയ സമയത്ത് എടുത്ത ഫോട്ടോയാണ് ഷിനോയി ആ പാമ്പിനെയൊക്കെ പിടിച്ച് നിൽക്കുന്നതൊക്കെ കാണുന്നത്. തിരിച്ചു വന്നപ്പോഴെടുത്തതാണ് നിങ്ങൾ ഈ കണ്ട മരത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ. ഞങ്ങളിപ്പം അങ്ങോട്ട് പോകുന്ന വീഡിയോസാണ് നിങ്ങളിപ്പം കാണുന്നത്. അവിടുന്ന് 2 ടിക്കറ്റ് എടുക്കണം. ഒന്ന് ഫോറസ്റ്റിൻ്റെ ടിക്കറ്റും വേണം, പിന്നെ KCBയുടെയും വേണം. അപ്പോൾ ഞങ്ങൾ ആ കക്കയം ഡാമിൻ്റെ അടുത്തുള്ള അവിടെ നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ബോട്ട് സർവീസും അതും ഇതൊക്കെ ഉണ്ട്, അതിലൊക്കെ പോകാം. പിന്നെ അവിടെ നല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്, നന്നായിട്ട് ഫോട്ടോ സെക്ഷനും കാര്യങ്ങൾക്കൊക്കെ ഉപകരിക്കും. എല്ലാവരും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഒക്കെ ഫോട്ടോ ഇതൊക്കെ എടുത്ത് ഊഞ്ഞാലാട്ടവും പരിപാടികളും എല്ലാം നടത്തി. ജോസഫേട്ടനാണ് ഈ ഊഞ്ഞാലാടുന്നത്. ഷിനോയ് ഇതാ അടുത്തത് കയറി നല്ല സുഖസുന്ദരമായിട്ട് ഇരുന്നാടുന്നു. കഴിഞ്ഞ് ഞാനും ഒന്ന് ട്രൈ ചെയ്തു. ഷിനോയ് വീണ്ടും ഇതാണ് ഒന്നും കൂടെ. അതിന് ഊഞ്ഞാലത്ര ആടിയിട്ടും ശരിയാകുന്നില്ല, മടുപ്പില്ലാത്ത ആളാണ്. നമ്മളും ഇതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഊഞ്ഞാലാടാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ അതാ ബോട്ട് യാത്ര ഞാൻ പറഞ്ഞില്ലേ, ബോട്ട് യാത്രയാണിത്. അവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ട് യാത്രയ്ക്കുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല നല്ല ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കാനൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം ഊഞ്ഞാലിലൊക്കെ ഒന്ന് കയറി പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ഇറക്കി ഊഞ്ഞാലാടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പം അതിൻ്റെ അവിടെ ആ കയറുന്ന കവാടത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ ആട്ടോ അത് കാണുന്നത്. ഇനി ഞങ്ങൾ ഒരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ഞാൻ ഈ പറഞ്ഞ മാതിരി നടക്കാനുണ്ട്. അല്ലെങ്കിൽ ഈ വണ്ടിയുണ്ട്, അവരുടെ തന്നെ വണ്ടിയുണ്ട്, വണ്ടിക്ക് വേണമെങ്കിൽ പോകാം. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അട്ടപ്പുഴുണ്ട്. അപ്പം ആ പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൂടെയൊക്കെ വെറുതെ പോകാൻ ആരും നിൽക്കരുത്. അതിലേക്ക് പോവുകയാണെങ്കിൽ അത് കയറുന്ന അറിയാല, ചെറിയ ഇതാണ്. അപ്പം അത് വന്ന് കടിച്ച് അത് ഇരിക്കും. അപ്പം കയറിയ സമയത്ത് തന്നെ ഞങ്ങൾക്കിത് പരിചയമുള്ളതുകൊണ്ട് ഞങ്ങളതൊക്കെ ഒഴിവാക്കിയിട്ടിട്ട് ഇതാ നല്ല രസകരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഈ പറഞ്ഞാൽ. കണ്ടില്ലേ നിങ്ങൾ മനോഹരമായിട്ട്. അപ്പോൾ അത് അവിടെ വന്നിട്ട് 1 കിലോമീറ്റർ ശേഷം നടക്കാൻ ഉള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വാഹനമൊന്നും വിളിക്കാതെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഇപ്പം തന്നെ ഫോഗിൻ്റെ ആ ഒരു ഇത് നിങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ ഒരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്, അപകട സാധ്യതയൊക്കെ പറയുന്നുണ്ട്. അഥവാ ആ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പോയ ആളുടെ കാര്യം പിന്നെ നോക്കണ്ട. ചില രക്ഷപ്പെട്ട ചരിത്രമില്ല, കിട്ടുകയില്ല. അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോഗ് അടിച്ചിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അവിടുത്തെ ഒരു കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഫോഗിൻ്റെ ഒരു അനുഭവം അത് വേറെ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. അവിടെ നിന്ന് എടുത്ത് അതാണ് ഫോട്ടോയ്ക്കൊക്കെ വലിയൊരു ക്ലിയർ ഇല്ലാത്ത. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള അവിടെയുള്ള ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു വീഡിയോസ് എടുത്തെന്നുള്ളൂ കേട്ടോ. കണ്ടോ ഫോഗ് അടിച്ചിട്ട് അപ്പുറത്തേക്ക് ഒരു രക്ഷ ഒന്നും കാണാൻ കിട്ടുന്നില്ല. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതാണ് വലിയ പല വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ഭയാനകമായ ദൃശ്യങ്ങൾ. അതൊന്നും ഇതിൽ പകർത്താനും നമുക്ക് ഫോഗ് കാരണം കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഒരു അഡ്വഞ്ചർ, നല്ല ഒരു ട്രിപ്പ് തന്നെയാണ്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് പോരാൻ പറ്റുകയാണെങ്കിൽ പറ്റിയ നല്ലൊരു പ്ലേസാണെന്ന് ഞാൻ പറയും. ഫാമിലി എനിക്ക് അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ
ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് നമുക്കത് പോരുകയാണെങ്കിൽ കുഴപ്പമില്ല, വേറൊരു വൈബാണ്. ബിജു ഒരു സ്ലോ മോഷൻ ഒരു ചാട്ടമൊക്കെ ചാടി നമ്മൾ ആ ഡാമിൻ്റെ ആ സൈറ്റിലാണുള്ളത്, ഡാം. അപ്പം ഷിനോയൊക്കെ ഒന്നിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ആ പാമ്പിൻ്റെ ഒക്കെ കണ്ടില്ലേ, അവിടേക്ക് ആ കിടക്കുന്ന ആ ഭാഗത്തുള്ളതാണ്. ഇവിടുന്ന് ഷിനോയുടെയൊക്കെ ഒരു ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളങ്ങനെ അവിടെയുള്ള ആ സൈറ്റിൽ തന്നെ തിരിച്ചെത്തിയതാ. കുരങ്ങന്മാരെയൊക്കെ ഇഷ്ടം പോലെ കാണാം. അവർ ഈ ലൈനിൽ കൂടെ ഇങ്ങനെ അപ്പുറത്തേക്ക് പാസ് ചെയ്യുന്നു. ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ ആയിട്ട് ഒരുപാട് കുരങ്ങന്മാരുണ്ട് ഇവിടെ. കണ്ടില്ലേ പോകുന്നത്. അപ്പുറത്തുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഭക്ഷണം കൊടുക്കാനും ഇതൊക്കെ ആയിട്ടൊക്കെ അത് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. വരുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ ഞങ്ങൾ കുരങ്ങുകളൊക്കെ കാണുകയൊക്കെ ഉണ്ടായി. നിങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടു കാണും കരിങ്കുരങ്ങ്. അതിൻ്റെ മര്യാദയ്ക്കുള്ള ഒരു വീഡിയോ ശരിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ ഇത് പറയാനുള്ളത്. ഇവിടുത്തെ വ്യൂ പോയിൻ്റ് ഒന്ന് നോക്കിയേ, അതിൽ ഞാൻ സ്റ്റക്കായി പോയതാ. അയ്യോ, അങ്ങ് താഴോട്ട് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതേമാതിരി ഇവിടെ മരത്തിൻ്റെ അളവ് പിടിക്കാൻ നോക്കുന്ന ഷിനോയ് ഇത്. എത്രയായാലും കൂട്ടിയാൽ കൂടൂല എന്ന് പറഞ്ഞ മാതിരിയാ. അത്ര നല്ല സൈസ് മരമായിരുന്നു അത്. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് ഇടയ്ക്ക് ഇതേമാതിരി മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കാനും ഇതൊക്കെ ആയിട്ട് ഒരു ടൂറൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മാനവ സംഘത്തിൽ പെട്ട ആളുകളുമാണ്. അതോടൊപ്പം ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ കരിമ്പോഴി ജോസഫേട്ടനുണ്ട്. അപ്പോൾ ഈ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ബായ്.